സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. വി.ഡി. സതീശൻ എന്ന നേതാവ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം മുതൽ നിർബന്ധം പിടിക്കുന്ന കാര്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവായതിനു ശേഷവും അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വർഗീയത അത് ഏതായാലും ചെറുത്തു തോൽപ്പിക്കും. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരേ നിലപാട്. ആ നിലപാട് കഴിഞ്ഞു മാത്രമേ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതുപോലും തനിക്കുള്ളൂ എന്നാണ് സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആദ്യത്തെ കത്ത് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് തന്നെ പോയിട്ടുണ്ട്. ഈ വർഗീയതയുടെ ഒരു ഉത്ഭവസ്ഥാനം അതാണല്ലോ. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണമെന്നാണ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്. ലക്ഷദ്വീപിലെ പുതിയ സാഹചര്യങ്ങൾ ഏറെ വേദനയുണ്ടാക്കുന്നത് ആണെന്നാണ് സതീശൻ മന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. തനിക്കേറെ ഹൃദയബന്ധമുള്ള നാടാണ് ലക്ഷദ്വീപ്. കഴിഞ്ഞ ഡിസംബറിൽ എല്ലാ കീഴ്വഴക്കങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഗുജറാത്തിലെ BJP മന്ത്രിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത് തന്നെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാനാണ്. 100% മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുള്ള ദ്വീപ് സമൂഹത്തിൽ ബീഫ് നിരോധനം ഉൾപ്പെടെ കഴിഞ്ഞ 6 മാസം ഈ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റെടുത്ത നടപടികളെല്ലാം അവിടുത്തെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ ഇല്ലാതാക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചതുൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ അവരുടെ പ്രതിഷേധത്തെ പോലും ഇല്ലാതാക്കാനുള്ള നടപടിയാണ് അവിടെ നടക്കുന്നത്. കളവോ കൊലയോ ഇല്ലാത്ത ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്ന ആ ദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പിലാക്കുന്നത് പ്രതിഷേധ സ്വരങ്ങളെ ഇല്ലാതെയാക്കുവാനാണ് എന്ന് സതീശൻ ഓർമ്മിപ്പിക്കുന്നു. ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുൻ MP കൂടിയായ ഹംദുള്ള സയ്യിദുമായി സതീശൻ ഫോണിൽ ബന്ധപ്പെട്ടു. സ്ഥിതിഗതികൾ അന്വേഷിച്ചു, എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തു. എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ച് ഏകാധിപതിയെപ്പോലെ പെരുമാറി ജനങ്ങളുടെ മനസ്സിൽ അശാന്തിയുടെ വിത്തുകൾ പാകുകയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനമായി ജീവിച്ചിരിക്കുന്ന ഒരു ജനതയെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് അവർക്കെതിരായിട്ടുള്ള നടപടികൾ പ്രതികാരബുദ്ധിയോടെ സ്വീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനോട് ഹൃദയബന്ധമുള്ള ലക്ഷദ്വീപ് കഷ്ടപ്പെടുന്നത് വർഗീയതയുടെ പേരിലാണെങ്കിൽ അവിടെ തങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് വി.ഡി. സതീശൻ അമിത്ഷായ്ക്ക് നൽകിയിരിക്കുന്നത്. കാശ്മീരിനെ തൊട്ടപ്പോൾ എല്ലാവരും കണ്ണടച്ചതുപോലെ ലക്ഷദ്വീപിലുണ്ടാകില്ല. അതാണ് സതീശൻ അമിത്ഷായെ നേരിട്ട് അറിയിച്ചത്. മാധ്യമങ്ങളോടൊന്ന് പറയുകയും പിന്നീട് മതനേതാക്കളുടെ തിണ്ണയിൽ നിരങ്ങുകയും ചെയ്യുന്നവർ നാടുഭരിക്കുമ്പോൾ മതത്തിന് നൽകേണ്ടുന്ന വിശ്വാസവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന പ്രാധാന്യവും എന്തെന്ന് തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ മതേതര പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് ചെയ്യാൻ മഹത്തായ കാര്യങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് സതീശൻ. അതാണ് വർഗീയ വിഷം പൊട്ടിയൊഴുകുന്നതിൻ്റെ പ്രഭവ കേന്ദ്രത്തെ തന്നെ ആദ്യം കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചത്.